കോഴിക്കോട് താമരശ്ശേരിയിൽ സഹോദരൻ അനുജനെ വെട്ടി പരിക്കേൽപ്പിച്ചു. അനുജൻ അഭിനന്ദിനാണ് വെട്ടേറ്റത്. ലഹരിക്കടിമയായ സഹോദരൻ അർജുനാണ് വെട്ടി പരിക്കേൽപ്പിച്ചത്. വിവരങ്ങളുമായി അഭിന പീച്ചറക്കൽ ചേരുന്നു. അഭിന, വീണ്ടും 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 ഇത്തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആകെ അസ്വസ്ഥമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ. എന്താണ് സംഭവം? എന്താണ് നിലവിലെ സാഹചര്യം? തീർച്ചയായും കാളിദാസ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുന്ന പോലെ തന്നെ താമരശ്ശേരി എങ്ങോട്ടാണ് പോകുന്നത് എന്നതാണ് ഇപ്പൊ ചോദിക്കാൻ തോന്നുന്നത്. കാരണം ഈ താമരശ്ശേരിയിൽ ഷാബാസിന്റെ മരണത്തിൽ നിന്നും ഒരു നാട് മുക്തി നേടിയിട്ടില്ല. ഈ ഒരു സമയത്താണ് വീണ്ടും ഒരു മരണം ശരിക്കും ഒരു സമാനമായ രീതിയിൽ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതും സ്വന്തം സഹോദരനാണ് ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു വിഷമകരമായ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. ഇന്ന് വൈകിട്ട് 5:15 കൂടിയിട്ടായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. സഹോദരൻ അനുജൻ അഭിനന്ദിനെ സഹോദരൻ അർജുൻ വെട്ടിപ്പരിക്കേൽക്കുകയാണ്. തലയ്ക്കാണ് വെട്ടേറ്റത്. ഈ ഒരു ആക്രമണത്തിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സഹോദരൻ അർജുൻ ലഹരിക്ക് അടിമയായിരുന്നു. ഈ ലഹരിക്ക് അടിമയായതിനെ തുടർന്ന് ലഹരിമുക്ത കേന്ദ്രത്തിലേക്ക് അഭിനന്ദ് അർജുനെ കൊണ്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ദേഷ്യത്തിലും വൈരാഗ്യത്തിലുമാണ് ഈ അർജുൻ ഈ ഒരു കുറ്റകൃത്യം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അർജുൻ വീട്ടിലേക്ക് എത്തിയ ഉടനെ ഈ വീടിന് സമീപത്തായിട്ട് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഈ ശൂലവും അതുപോലെ തന്നെ വാളും പതിവായി ഈ അമ്പലത്തിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായും ഉള്ളത്. ഈ CCTV ദൃശ്യത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാള്. ഈ വാൾ ഉപയോഗിച്ചാണ് അർജുൻ അഭിനന്ദിനെ വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. തലയ്ക്കാണ് പ്രധാനമായും വെട്ടേറ്റിട്ടുള്ളത്. ഈ വെട്ടി പരിക്കേൽപ്പിച്ച സമയത്ത് അഭിനന്ദ് വലിയ രീതിയിൽ ബഹളം വെക്കുകയും അതുപോലെ തന്നെ വേദന കാരണം വലിയ രീതിയിൽ ഒരു ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും ഓടിയെത്തുകയായിരുന്നു. വീടിന് തൊട്ടടുത്ത് ബന്ധുക്കളുണ്ടായിരുന്നു. ഈ ബന്ധുക്കളും നാട്ടുകാരും ഓടിയെത്തി ഈ അർജുന്റെ കയ്യിൽ നിന്ന് വാള് പിടിച്ചു വാങ്ങുകയായിരുന്നു. ഈ പിടിച്ചു വാങ്ങിയതിനെ തുടർന്ന് വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായത് എന്ന് തന്നെയാണ് നാട്ടുകാർ അടക്കം പറയുന്ന ഒരു കാര്യം. ഏതായാലും അർജുനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അർജുൻ നിലവിൽ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. കാളിദാസ്. ശരി അഭിന, വീണ്ടും അസ്വസ്ഥത സൃഷ്ടിക്കുന്നു ഇത്തരത്തിലുള്ള വാർത്തകളും അതിനെ സംബന്ധിച്ച വിവരങ്ങളുമെല്ലാം കേൾക്കുമ്പോൾ. അഭിന പീച്ചറക്കലാണ് വിവരങ്ങൾ നൽകിയത്.